നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാരും കൂടെ നിൽക്കുന്ന സമയത്താണ് നവ്യ ആ കാര്യങ്ങളൊക്കെ പറയണേ. അതെ, അഭി എനിക്ക് സപ്പോർട്ടുണ്ട് ഞാൻ മോഡലിങ്ങിന് പോകുന്നതിന്. അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് വേറെ ആരുടെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്താണെങ്കിലും അഭിനയിക്കാൻ പോയേ മതിയാവുള്ളൂ. എനിക്ക് നല്ലൊരു മോഡൽ ആവണം. അതിനിപ്പം ആരൊക്കെ തടസ്സം പറഞ്ഞാലും ഞാൻ പോവുക തന്നെ ചെയ്യും. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത് കേട്ട് ഇനിയിപ്പം നബി പറഞ്ഞു, ആരെ അടിത്തറ ഇളക്കിയെന്നാ പറഞ്ഞേ? ഞാനോ? ഞാൻ ആരുടെയും കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാളുണ്ട് ഇവിടെ. ഇപ്പോഴാണ്ട് ഗൾഫിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട്. പക്ഷെ എങ്കില് അങ്ങനെ പോകാൻ ഒരുങ്ങണ സമയത്തും അയാള് കമ്പനിയും കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചേ? ഇന്നലെ കയറിയ അനിയെ ഏൽപ്പിച്ചേ. എന്റെ ഭർത്താവിന് അവിടെ യാതൊരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇവിടുന്ന് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പൊ പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. അങ്ങനെ ഇറങ്ങിയാലും പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് പോയാലും ഞാൻ പരസ്യത്തിൽ അഭിനയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, ജീവിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സിന് നന്മയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോഴോ അതിനൊരു പ്രാധാന്യം ഉണ്ടാവത്തുള്ളൂ. ദൈവം പോലും അത് കാണത്തുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ഒടുവില് നമുക്ക് തന്നെ പണിയാവും. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം നവ്യെ നീ തന്നെ ഇവനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമയം വരും. അതിന് ഇടവരും. അധികം വൈകാതെ തന്നെ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് ബാക്കി എല്ലാരും കൂടെ നവ്യനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. ജലജയ്ക്ക് മാത്രം ഓ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലായിരുന്നു ജലജ നിന്നത്. ആ സമയത്ത് ജലജ ഇങ്ങനെ മനസ്സിൽ പറയാം, ഇവിടെയുള്ള എല്ലാവർക്കും ഓരോരോ അടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ എല്ലാരും കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വേഷം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കോട്ട് മാത്ര, ഇനി പൂരം വരാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെയായിരുന്നു ജലജയുടെ മനസ്സിലിരിപ്പ്. അപ്പൊ നവ്യയെ വെച്ചിട്ട് അവര് നടത്തുന്ന പ്ലാനുകളൊക്കെ വിജയിക്കുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെയായിരുന്നു അബിയുടെയും ജലജയുടെ മനസ്സിലെ ചിന്തകള്. അതേ സമയത്ത് നന്ദു കനകയുടെയും ഗോവിന്ദന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ പുതിയതായിട്ടൊരു ജ്വല്ലറി ഇവിടെ തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് ജ്വല്ലറി വന്നിട്ടുണ്ടോ എന്ന് കനക ചോദിച്ചു. അതെ. അപ്പൊ അതിന്റെ പരസ്യം ഇപ്പൊ എല്ലാത്തടത്തും വല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. പരസ്യോ? ആഹാ, കൊള്ളാലോ. അല്ല നന്ദു, നീ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നേ? ഇനിയിപ്പോ വല്ല സ്വർണ്ണം എടുക്കാൻ വല്ല തീരുമാനിച്ചിട്ടുണ്ടോ? സ്വർണ്ണം എടുക്കാനൊന്നും അല്ല, ആ പരസ്യം ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങളൊന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യണേ? TV അങ്ങോട്ട് വെച്ച് കാണിക്കണം. അങ്ങനെ ആ പരസ്യം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. പരസ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കന പറഞ്ഞു, ആഹാ, ഇത് നവ്യമോളല്ലെന്ന് ചോദിക്കണം. അതെ, നവ്യേച്ച് തന്നെയാ. പിന്നെ ഒരു കാര്യമുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളുടെ കമ്പനിയുടെ പരസ്യത്തിനകത്താണ് ഇപ്പൊ നവ്യേച്ച് അഭിനയിച്ചിരിക്കുന്നു പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, രണ്ടും കൽപ്പിച്ചാണല്ലോ കനകയെ നവ്യെന്ന് പറയാ. നന്ദു പറഞ്ഞു, അതെ. നവ്യേച്ചി ഇപ്പോഴും സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അബിക്ക് കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇപ്പോഴും ദേഷ്യമാണ് നവ്യേച്ചിക്ക് ആ കുടുംബത്തോട്. അത് മാത്രമല്ല, അനി അബിയെ പുറത്താക്കുകയും ചെയ്തില്ലേ, അതിന്റെ ഒരു ദേഷ്യം, അവനെ ജയിലിൽ കിടത്തിയതിന്റെ എല്ലാ ദേഷ്യങ്ങളും നവ്യേച്ചി ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. ഇത് നവ്യേച്ചിക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. കനക പറഞ്ഞു, ഇവളിത് എന്ത് ഭാവിച്ചാ ഗോവിന്ദേട്ടാ? എന്ത് ചെയ്യാനാ കനകെ? പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നന്ദു പറഞ്ഞു, ആ ചതിയനോടൊപ്പം ജീവിച്ചോണ്ടിരിക്കുന്നെ. ആ ചതിയന്റെ പല കള്ളത്തരങ്ങളും നവ്യേച്ചി ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ആലോചിക്കുന്നത് അവനെ സ്ഥിരമായിട്ട് ജയിലിൽ കിടത്താൻ പറ്റിയ എന്തേലും മാർഗം ഉണ്ടാവുന്ന. കനക പറഞ്ഞു, ദൈവമേ, അവൻ എങ്ങനെയെങ്കിലും നവ്യയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്നാ ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദുഷ്ടനല്ലേ അവന്. എന്നിട്ടും നവ്യ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. നന്ദു പറഞ്ഞു, ഇതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു സമയം വരും. അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് ദേഷ്യത്തോടെ കയറിപ്പോയി. പിന്നീട് ദേവേനി മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്നു. എന്നിട്ട് പറഞ്ഞു, നവ്യെ ഓരോന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ പറഞ്ഞു വിടുന്നേ അബിയും ജലജയും ചേർന്നിട്ടാ. പക്ഷേങ്കില് നവ്യയ്ക്ക് അറിയത്തില്ല, അബിക്കും ജലജയ്ക്കും ഒട്ടും ആത്മാർത്ഥയില്ല അവളോടൊന്ന്. ഇതൊക്കെ വെറും അവരുടെ അഭിനയം മാത്ര. കാരണം സ്നേഹം കൂടിയിട്ടൊന്നും അല്ല അവര് നവ്യനെ ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കുന്നേ. ഈ കുടുംബത്തിനെ എതിരാക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്ന പ്രവൃത്തികളാ. പക്ഷെ അത് നവ്യ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാ മൂടി കെട്ടപ്പെട്ടിരിക്കുകയാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, എന്തേലുമൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എങ്കില് എന്ത് ചെയ്യാനാ? ദേവേനെ പറഞ്ഞു, അങ്ങനെ എന്തേലും സത്യങ്ങളൊക്കെ അവൾ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നവ്യ ഒന്നെങ്കിൽ അബിയെ എന്തേലും ചെയ്യും, അല്ലെങ്കിൽ അവള് തന്നെ ആത്മഹത്യ ചെയ്യുള്ളൂ. കാരണം
ഈ നന്ദുവിനെ പോലും നയനെ പോലും ഒന്നും അല്ല നവ്യയുടെ സ്വഭാവം. വെട്ടെന്നോ മുറി രണ്ടെന്നുള്ള സ്വഭാവം. അതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാനായിട്ട് അങ്ങോട്ട് പറ്റില്ല എന്ന് പറയാ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേങ്കില് സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവനെ ഉപേക്ഷിച്ച് അവള് വേറൊരു വിവാഹം കഴിച്ചാലും മതിയായിരുന്നു, അതിന് തയ്യാറായാലും മതിയായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, അല്ല ഇനിയിപ്പ അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നവ്യക്കും കുഞ്ഞിനും ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ. അവനവന്റെ പാട്ടിന് പോട്ടെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലജയ്ക്ക് ഇവിടെ നിലക്കക്കള്ളി ഇല്ലാതായും. ജലജയെ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളെ അനാഥയായിട്ട് ഈ വീട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നേ. പക്ഷെ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അവൾക്ക് അച്ഛനും അമ്മയൊക്കെ നമ്മൾ എല്ലാവരുമായി. എന്നിട്ടോ അവൾ ഈ കുടുംബത്തോട് ചെയ്ത എന്താ? ഇത്രയും നാളായിട്ടും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? അവളെ ഒരിടത്തും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അവളെ നമ്മൾ ഒരു കാരണവശാലും ദത്തെടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ദത്തെടുത്തോണ്ടാ ഇപ്പം നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, നേരത്തെ ഒരു മൂർഖൻ ഇവിടെ കയറിയില്ലേ, അതിനേക്കാളും വിഷമുള്ള ഇനവാ ഈ പറയുന്ന ഹബിയും ജലജയൊക്കെ. മുത്തശ്ശി പറഞ്ഞു, നമ്മളൊരു വിഷപ്പാമ്പിനാണല്ലോ പാല് കൊടുത്ത് ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പം നമ്മളെ തന്നെ തിരിഞ്ഞു ഓത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അബിയുടെയും ജലജയുടെയും കാര്യത്തില്. കാരണം അവര് ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെ കയറ്റി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒടുവില് അവർക്കിട്ട് തന്നെ പണി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ നയന ആദർശിന്റെ അരിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനെ വിളിക്കുക. അബിയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. എന്തിന്? അവൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അവനും അവന്റെ അമ്മയും കൂടെ നവ്യേച്ചിനെ പിരിയേറ്റി വിടുന്നോണ്ടാ നവ്യേച്ചി പരസ്യത്തിനകത്തൊക്കെ അഭിനയിക്കാൻ പോകുന്നേ. അവനെ വിളിച്ചു വരുത്തിയിട്ട് അവനോട് പറയണം, ഇനി മേലാല് നവ്യേച്ചി പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കള്ളത്തരങ്ങളൊക്കെ നിന്റെ വിളിച്ചു പറയൂന്ന്. അതും കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ നയനെ? ആദർശേണ്ണൊന്ന് വിളിക്കാൻ പറയണം. ഒടുവില് ആദർശ് അഭിനെ വിളിക്കുവാണ്. അങ്ങനെ വിളിക്കണ സമയത്ത് നവ്യ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അഭി പറഞ്ഞു, ദേ അവനാണല്ലോ വിളിക്കുന്ന ആദർശ്, കോൾ എടുക്കാൻ പറയാണ് നവ്യ. അങ്ങനെ അഭി കോൾ എടുത്തു. എന്താ ആദർശേട്ടാ? നീ ഇപ്പൊ തന്നെ കമ്പനിയിലേക്കൊന്ന് വരണമെന്ന് പറയാ. എന്തിനാ? അതൊക്കെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം. എന്താടാ നിനക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്? ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അഭി നവ്യയോട് പറഞ്ഞു, എന്നോട് കമ്പനിയിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നേ. എന്തിന്? അവര് വിളിക്കുന്നിടത്തേക്ക് എന്തിനാ അഭി പോന്നേ? അല്ല വിളിച്ച സ്ഥിതിക്ക് പോവാതിരിക്കാൻ പറ്റില്ലോ. എന്തിനാ പോന്നേ? ആരുടെ അടിമയൊന്നും അല്ല ഇവിടെ, അറിയാലോ. വിളിച്ച ഉടനെ ഓടിച്ചെല്ലേണ്ട കാര്യമില്ല. അതല്ല നവ്യെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷെ എനിക്കിപ്പോ ജോലി ഇനി തിരിച്ചു തരാനാണെന്ന് അറിയത്തില്ലോ. അതെ, ജോലി തിരിച്ചു തരാനാന്ന് പറഞ്ഞാലും നീ ഇനിയിപ്പം ആ കമ്പനി കയറേണ്ട കാര്യമില്ല. അവര് പറയുമ്പോ ജോലി കയറാനും പറയുമ്പോ പിരിഞ്ഞു പോകാനും ഇതെന്താ? അപ്പോഴേക്കും അഭി പറഞ്ഞു, ജോലി തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുന്നല്ലേ നല്ലത്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ നിനക്ക് ജോലി വെച്ച് നീട്ടുന്നതായിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുള്ളൂ. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെന്റെ ഇഷ്ടമാ. ആ സമയം അഭി പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നോടൊപ്പം നിൽക്കത്തുള്ളൂ. പക്ഷേ ഇപ്പൊ എന്നെ ചിലപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടെ വിളിക്കുന്നതായിരിക്കും, നിന്നെ വിലക്കാൻ വേണ്ടിയിട്ട്. നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോവല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടതൊന്ന് പറയും. പക്ഷേ എങ്കിലേ നീ അതൊന്നും മൈൻഡ് ആക്കണ്ട. നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിക്കോളാൻ പറയാണ്. അതെന്തിനാ എന്നെ വന്ന് അഭി നീ വിലക്കുന്നേ? അല്ല, അങ്ങനെ വിലക്കിന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ ഇഷ്ടത്തിന് പോയെന്ന് അവരോർത്തോളൂ. കാരണം അവര് നന്നായിട്ട് അഭിനയിക്കുമല്ലേ നമ്മുടെ മുന്നിൽ. നമുക്കൊരു അഭിനയം അങ്ങോട്ട് കാഴ്ചവെക്കാം. എങ്ങനെയുണ്ട് അഭി? നീ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞാൽ പോവും. നീ പോയിക്കോന്ന് അഭിയെ. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു കഴിയുമ്പം ഞാനത് അനുസരിച്ചില്ലാന്ന് വേണ്ട, നിന്നോട് ഒന്ന് പറയും. പക്ഷെ നീ അതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോയി. നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യണ്ടേന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ അഭി കമ്പനിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആദർശം എന്നിട്ട് അവന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. എടാ, നീ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടിയിട്ട് നിന്റെ ഭാര്യയെ നീ മോഡലിങ്ങിന് വിട്ടേരിക്കുമല്ലേ? അയ്യോ ഏട്ടാ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ല അവളിതൊക്കെ ചെയ്യുന്നേ. വേണ്ട, നിന്റെ അഭിനയമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് നയന പറഞ്ഞു. നീയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ നവ്യേച്ചി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നേ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇതിനു മുമ്പ് നവ്യ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു അഭിനയിക്കാനായിട്ട്. അന്ന് നീയും നിന്റെ അമ്മയൊക്കെ പിന്തുണ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? നവ്യെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട്. ശരിയല്ലേടാന്ന് ചോദിക്കണം. അഭി പറഞ്ഞു, അത് പിന്നെ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇനി നീ ഇതേ
നവ്യേച്ചിന് സപ്പോർട്ട് ചെയ്ത് പരസ്യത്തിൽ അഭിനയിക്കാൻ വിട്ടോണ്ടല്ലോ, ഉള്ള സത്യാവസ്ഥകളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തുറന്നു പറയും. ഞങ്ങൾക്ക് ഇനി നോക്കാനൊന്നുമില്ല. അല്ലെങ്കിലും നീ ഒറ്റ ഒരുത്തം കാരണം ആദർശാണ് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുണിച്ച് നിൽക്കുക. പക്ഷേങ്കിലും ഉണ്ടല്ലോ, ഒടുവില് നിന്റെ കള്ളത്തരങ്ങൾ മൊത്തം ഞങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുത്തും. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഭി പറഞ്ഞു, അയ്യോ എന്നെ വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ? എനിക്ക് ഇതിനകത്ത് യാതൊരു മനസ്സറിവില്ല. എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ല അവള് പോയത്. വേണ്ട വേണ്ട, നീ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. നിന്റെ ഉരുണ്ട് കളിയൊക്കെ ഞങ്ങൾ മാറ്റുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി. പക്ഷേ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കും. അറിയാലോ, ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം തീർന്നു. നീ വീടിന് വെളിയില. ഒന്നെങ്കിൽ നിന്നെ നവ്യെ തീർക്കും, അല്ലെങ്കിൽ വേറെന്തേലും സംഭവിക്കും. അതായിരിക്കും നടക്കാൻ പോന്നെ. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയലെന്ന് പറയണ. പിന്നെ എങ്ങനെ പറയണോടാ? ഈ സമയം അഭി പറഞ്ഞു, അത് പിന്നെ അവൾക്ക് എന്തോ ഒരു ഭ്രാന്ത് പോലെയാ. പരസ്യത്തിൽ അഭിനയിക്കണമെന്നും പറഞ്ഞിട്ട് അവള് നിൽക്കുന്നേ. ഞാൻ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കുമെന്ന് തോന്നില്ല. ആദർശ് പറഞ്ഞു, എടാ ആ ഭ്രാന്ത് മാറ്റണമെങ്കിൽ നിനക്ക് ഈ കമ്പനി ജോലി തന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഭ്രാന്ത് മാറുമോ? പക്ഷേ അങ്ങനെ അങ്ങോട്ട് ജോലി തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അവളുടെ ഭ്രാന്ത് മാറ്റേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പോകൻ ചോളി പുറത്ത്. നിനക്ക് ഈ കമ്പനി ജോലി തരുമെന്ന് പ്രതീക്ഷിച്ച അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അത് അവളുടെ മനസ്സിൽ വെച്ചോളാൻ പറ. നയന പറഞ്ഞു, മേലാൽ ഇനി നവ്യേച്ചി പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യാവസ്ഥയൊക്കെ ഞങ്ങളും കൂടെ തുറന്നു പറയും. പിന്നെ നിനക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, പോടാന്നും പറഞ്ഞുകൊണ്ട് നയനെ ആദർശം കൂടെ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ നയന ആദർശനോട് പറഞ്ഞു, ഇവൻ ചെന്ന് പറഞ്ഞാലൊന്നും നവ്യേച്ചി അനുസരിക്കുമെന്ന് തോന്നില്ല. നവ്യേച്ചിന്റെ മനസ്സ് മാറ്റാൻ ഇത്ര ബുദ്ധിമുട്ട് ആദർശേട്ടാ. പരസ്യത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഒരു ഉറച്ച തീരുമാനം എടുത്ത് നടക്കുവാണെങ്കിൽ ചേച്ചി ആര് പറഞ്ഞാലോ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. ആദർശം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. അഭി നേരെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയത് CI സച്ചിനെ അതുപോലെ വേണുവിനെ കാണാനായിട്ടാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞിട്ട് അഭി കാര്യങ്ങളൊക്കെ പറയടാ. നവ്യ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആദർശനും വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഏടാ ഇപ്പൊ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, അവൾ അഭിനയിച്ചോട്ടെ, അതിനകത്ത് എനിക്കെന്ത് പ്രശ്നം ഇരിക്കുന്നേ. അധികം വൈകാതെ ആദർശ് ഗൾഫിലേക്ക് പോവാ. അവനിട്ടുള്ള പണി കിട്ടാൻ പോകുന്നുള്ളൂ. എന്താടാ നീ അവിടെ വല്ല കൊളുത്ത് വിട്ടിട്ടുണ്ടോ എന്ന് വേണു ചോദിച്ചു. ഞാനല്ല, മറ്റു ചിലരൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കൊളുത്തിനകത്ത് ഉറപ്പായിട്ടും ആദർശ് വീഴും. ആ സമയത്ത് CI സച്ചി ചോദിച്ചു, അല്ല നിനക്ക് നിന്റെ ഭാര്യനെ ഇഷ്ടമില്ലോ? ഇല്ല. എങ്കിൽ പിന്നെ അവൾ ഇച്ചിരി മോശമായ രീതിയിൽ പരസ്യത്തിൽ അഭിനയിച്ചാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലോ. എന്ത് പ്രശ്നം? അവൾ എങ്ങനെ വേണമല്ലോ അഭിനയിച്ചോട്ടെ, എനിക്കെന്താ പ്രശ്നം ഇരിക്കുന്നേ? അവൾ ആ വീട്ടിൽ നിന്ന് പോണം, അവളും പോണം. അത് മാത്രമല്ല ആദർശിന്റെ നല്ല പണി കിട്ടുകയും ചെയ്യണം. അതിനുള്ള വേത്തരങ്ങളൊക്കെ ഞാനിപ്പോഴും ഒപ്പിച്ചുകൊണ്ടിരിക്കണേ. അത് വൈകാതെ തന്നെ അത് നടക്കുക തന്നെ ചെയ്യും. ഇനി സർവനാശമാ. അതും പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് കാറിൽ കയറിപ്പോയി. അപ്പോഴേക്കും വേണു സച്ചിയോട് പറഞ്ഞു, എന്റെ മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് ഓർത്തിരുന്ന അവിടുത്തെ ആ മൂർത്തിയുടെ ഭാര്യ എല്ലാരും കൂടെ ചേർന്നിട്ട്. പക്ഷേ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. സച്ചി പറഞ്ഞു, അതെ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനും കാത്തിരിക്കുന്നേ. എന്റെ മനസ്സിലും തീർത്താ തീരാത്ത പകയായിരിക്കുന്നേ. ഒടുവിൽ കണ്ടോ അവരുടെ സർവ്വനാശമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.